സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ, കാണാം സാർ. ഈ വിൻഡോ കാണുന്നുണ്ടോ? ഓക്കെ കാണാം. ഓക്കെ, ശരി ശരി. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ്, അതായത് ഞാൻ ജസ്റ്റ് സിലബസ് ഒന്ന് ഞാൻ എടുത്ത് കാണിക്കാം. ഈ സിലബസ് കാണുന്നുണ്ടോ? കാണാം സാർ. ആ, പറഞ്ഞോ. കാണാം സാർ. ആരൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തോ പറയുന്നുണ്ടല്ലോ. സന്ദീപേ, ഓക്കെ. ഈ തേർഡ് മൊഡ്യൂൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ? തേർഡ് മൊഡ്യൂൾ കാണുന്നുണ്ട് സാർ. നമുക്ക് ഓൾറെഡി ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ നമ്മൾ കഴിഞ്ഞു. പിന്നെ ഡേറ്റ സ്മൂത്തിങ് ബൈ ലീസ്റ്റ് സ്ക്വയർസ്, അതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും നമ്മുടെ പാരാബോള ഇക്വേഷനും നമ്മൾ ചെയ്തു. ഇനി നമുക്കുള്ളത് അതിൽ തന്നെ എക്സ്പോണൻഷ്യൽ മോഡലും പവർ ഇക്വേഷനും മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനുമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇനി ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പഠിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ട്രപ്പിസോഡൽ മെത്തേഡ്, സിംസൺസ് റൂൾ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ അതാണ് ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷൻ മീൻ ചെയ്യുന്നത്. അതിന് പറയുന്ന പേര്, വേറൊരു പേരാണ് ന്യൂട്ടൺസ് ഓപ്പൺ ക്വാഡ്രേച്ചർ എന്ന് പറയും. അത് ശരിക്കും പറയുന്നത് ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷൻ ആണ്. ട്രപ്പിസോഡൽ മെത്തേഡ്, സിംസൺസ് മെത്തേഡ്, അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്നിട്ട് ഞാൻ അത് അസൈൻമെൻ്റ് ആയിട്ട് തരും. ഓക്കെ. അതുകൂടാതെ ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് സ്പ്ലൈൻസ്, ഇതിൻ്റെയും നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യും. അത് കുറച്ച് സിമ്പിൾ സാധനമാണ്, വലിയ കാര്യമൊന്നുമില്ല. അത് ഞാൻ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. എന്നിട്ട് ഞാൻ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടായിരിക്കും നിങ്ങളുടെ സെക്കൻഡ് അസൈൻമെൻറ്റ്. ഓക്കെ. അപ്പം ഈ ഒരു മൊഡ്യൂള് ഈ ഒരു ക്ലാസ് കൊണ്ടങ്ങ് തീരും. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ ഫിറ്റിങ്ങും പാരാബോള ഫിറ്റിങ്ങും പഠിച്ച സമയത്ത് എക്സ്പോണൻഷ്യൽ മോഡൽ പഠിച്ചായിരുന്നോ? ഓർമ്മയുണ്ടോ? എക്സ്പോണൻഷ്യൽ മോഡൽ പഠിച്ചിട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? EX റൈസ് ടു ദി പവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓക്കെ, ഞാൻ എന്തായാലും ഇത് ക്ലോസ് ചെയ്യാം. ഞാൻ ഇപ്പം നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഇപ്പം ഈ ഇക്വേഷൻ കാണുന്നുണ്ടോ? സ്ട്രെയിറ്റ് ലൈൻ ഫിറ്റിങ്ങിൻ്റെ ഇക്വേഷൻ കാണുന്നുണ്ടോ? y = a + bx എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചത് y = ax + b എന്നായിരുന്നു. എന്തായാലും ഞാൻ അന്ന് പറഞ്ഞ് അത് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം. എങ്ങനെ ഇക്വേഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഫിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പാരാബോള ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന് സിഗ്മ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം സിഗ്മ y = ഇനി കോയിഫിഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മുടെ കോയിഫിഷ്യൻ്റ് ഒറ്റയ്ക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ സിഗ്മ y = n × a പ്ലസ് എക്സ് വരുന്ന, അതായത് വേരിയബിൾ വരുന്ന റീജിയനിൽ നമ്മൾ സിഗ്മ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ b × സിഗ്മ x. ഈ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സിഗ്മ y = n × a പ്ലസ് b × സിഗ്മ x എങ്ങനെ വന്നു മനസ്സിലായല്ലോ. നമ്മൾ വേരിയബിൾസിൻ്റെ കൂടെ സിഗ്മ മൾട്ടിപ്ലൈ ചെയ്യും, കോയിഫിഷ്യൻ്റ് മാത്രമേ ഉള്ളെങ്കിൽ n മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ വരുമ്പോഴത്തേക്കും നമുക്കറിയാം മൊത്തം ടേംസിൻ്റെയും ഈ ഒരു ഇക്വേഷൻ്റെ മൊത്തം ടേംസിൻ്റെയും കൂടി സിഗ്മ x മൾട്ടിപ്ലൈ ചെയ്യും. സോ സിഗ്മ xy = ഇവിടെ n × a എന്ന് പറയുന്നിടത്ത് നമ്മൾ n അങ്ങ് പോയിട്ട് പകരം അവിടെ സിഗ്മ x വരും. സോ a × സിഗ്മ x പ്ലസ് b × സിഗ്മ x². അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഫിറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഓക്കെ ആണല്ലോ? ഇത് ഇക്വേഷൻ എങ്ങനെ വന്നാൽ ഇപ്പം y = ax + b എന്നാണ് ഇക്വേഷൻ വരുന്നത്. നിങ്ങൾ എങ്ങനെ എഴുതും? സിഗ്മ y = a × സിഗ്മ x പ്ലസ് n × b എന്ന് എഴുതും. ഇക്വേഷൻ എങ്ങനെ മാറി വന്നാലും നിങ്ങൾ അതിനനുസരിച്ച് എഴുതിക്കോണം. ഓക്കെ. ഇനി ഈ ഒരു ഇക്വേഷൻ നോക്കാം.
വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് സ്ക്വയർ. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻ ആണ്, അതായത് സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് അറിയാവുള്ളൂ. അപ്പം ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയാലും ഇതിനെ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ്റെ ആ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം എക്സ് സ്ക്വയറിന് ഞാൻ ക്യാപിറ്റൽ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പോൾ എന്തൊരു ഇക്വേഷൻ? വൈ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു ക്യാപിറ്റൽ എക്സ്. അപ്പം ഇത് വീണ്ടും സ്ട്രേറ്റ് ലൈൻ ഇക്വേഷനായി. അപ്പോൾ എക്സ് സ്ക്വയറിനെ നമ്മൾ എക്സ് എന്ന് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പം സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയായിരിക്കും കർവ് ഫിറ്റ് ചെയ്യുന്നത്? സിഗ്മ വൈ ഈക്വൽ ടു, ഇവിടെ കോയിഫിഷ്യൻ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എൻ ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു സിഗ്മ ക്യാപിറ്റൽ എക്സ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ വരുമ്പോഴോ? രണ്ടാമത്തെ ഇക്വേഷൻ വരുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സിഗ്മ കിടക്കുന്നത് ക്യാപിറ്റൽ എക്സ് ആണോ സ്മോൾ എക്സ് ആണോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. ഇവിടെ കിടക്കുന്നത് ക്യാപിറ്റൽ എക്സ് ആണെങ്കിൽ ത്രൂ ഔട്ട് ക്യാപിറ്റൽ എക്സ് കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ സിഗ്മ ക്യാപിറ്റൽ എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ ക്യാപിറ്റൽ എക്സ് പ്ലസ് ബി ഇൻറ്റു സിഗ്മ ക്യാപിറ്റൽ എക്സ് സ്ക്വയർ. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട കാര്യമില്ല. ഈ എക്സ് സ്ക്വയറിനെ ക്യാപിറ്റൽ എക്സ് കൊണ്ട് അങ്ങ് റീപ്ലേസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ പഴയ കണക്ക് ലീനിയർ ഇക്വേഷൻ ആവും. ലീനിയർ ഇക്വേഷൻ നമുക്ക് ഫിറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സിമ്പിൾ മെത്തേഡ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ഇനി ഈ സെയിം കാര്യം തന്നെ നമ്മൾ പാരാബോള ഫിറ്റിങ്ങിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പാരാബോള ഫിറ്റിങ്ങിൻ്റെ ഇക്വേഷൻ പഠിച്ചാൽ ചില വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ എന്നായിരുന്നു. എങ്ങനെ വന്നു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഇക്വേഷൻ ഏത് ഫോമിലാണോ തന്നിരിക്കുന്നത്. ഇപ്പം വൈ ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നതിൽ സിഗ്മ വൈ ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് ഇത് കോയിഫിഷ്യൻ്റ് മാത്രം ഉള്ളതുകൊണ്ട് എൻ ഇൻറ്റു സി. രണ്ടാമത്തെ ഇക്വേഷൻ വരുമ്പോഴത്തേക്കും മൊത്തം ടേംസിനെയും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് ക്യൂബ് പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് സി ഇൻറ്റു സിഗ്മ എക്സ്. അടുത്ത ഇക്വേഷൻ വരുമ്പോൾ വീണ്ടും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ അപ്പം സോ സിഗ്മ എക്സ് സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് റേസ് ടു 4 പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് ക്യൂബ് പ്ലസ് സി ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. അതാണ് പാരാബോള ഫിറ്റിങ്ങിൻ്റെ ഇക്വേഷൻ. അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇത്രയും കേസുകൾ നമുക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അറിയാം. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ മോഡൽ ഞാൻ നിങ്ങളെ കഴിഞ്ഞ സെമ്മിൽ പഠിപ്പിച്ചായിരുന്നോ? എനിക്ക് ഓർമ്മയില്ല. പഠിപ്പിച്ചായിരുന്നോ എക്സ്പോണൻഷ്യൽ മോഡൽ? ഇല്ല. ഓക്കെ. അപ്പം ഇത് എക്സ്പോണൻഷ്യൽ മോഡൽ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനെ ലീനിയറൈസ് ചെയ്യേണ്ട ഒരു കേസാണ്. എന്താണ് ഒരു എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? വാട്ട് ഇസ് മീൻ ബൈ എൻ എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ? പറഞ്ഞോ. ആരെങ്കിലും പറഞ്ഞോ. ഒരു ലീനിയർ ഇക്വേഷനും ഒരു എക്സ്പോണൻഷ്യൽ ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിഫറൻസ് എന്താണ്? ലീനിയർ ഇക്വേഷൻ ലീനിയർ ആയിരിക്കും. എന്താണ് അതിന്റെ വ്യത്യാസം? എന്താണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? ഇതാണ് ലീനിയറിന്റെ ഏതാ? ബാക്കിയുള്ളവരും കൂടെ റെസ്പോണ്ട് ചെയ്യും. എന്താ ഒരു ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് കറക്റ്റാണ്. ബാക്കിയുള്ളവരും കൂടെ പറ. ഗ്രാഫിൻ്റെ കേസിലും ഒക്കെയാണ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് കറക്റ്റാണ്. അഞ്ചിത പറഞ്ഞാൽ കറക്റ്റാണ്. ബാക്കിയുള്ളവർ പറഞ്ഞോ. പോയോ എല്ലാവരും? കേൾക്കുന്നുണ്ടോ എല്ലാവരും? അഞ്ജിത പറഞ്ഞത് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ പറ. ലീനിയർ ഇക്വേഷനും എക്സ്പോണൻഷ്യൽ ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറ. ലീനിയർ
ലീനിയർ ഇക്വേഷനിൽ വേരിയബിൾസ് ലീനിയർ ആയിട്ട് വേരി ചെയ്ത് പോകും. ലീനിയർ ആയിട്ട് വേരി ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ എക്സിൻ്റെ വാല്യൂസ് എങ്ങനെ വേരി ചെയ്യുന്നു, അതായത് ഇപ്പം എക്സിൻ്റെ വാല്യൂ 1 2 3 എന്ന് വേരി ചെയ്യുകയാണെങ്കിൽ വൈയുടെ വാല്യൂ എങ്ങനെ വേരി ചെയ്യും? പ്രൊപ്പോർഷണൽ ആയിട്ട് വേരി ചെയ്യും. അതായത് എക്സ് എങ്ങനെയാണോ വേരി ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും വൈ വേരി ചെയ്യുന്നത്. പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും വേരി ചെയ്യുന്നത്. അപ്പം ഗ്രാഫ് നമുക്ക് നോക്കിയാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടും. ഇനി ഇതാണ് എക്സ്പോണൻഷ്യലിൻ്റെ കർവ്. അതായത് നമ്മുടെ എക്സിൻ്റെ വാല്യൂ 1 2 3 ഇങ്ങനെ പ്രൊപ്പോർഷണൽ ആയിട്ട്, അതായത് ഈക്വൽ ഇൻ്റർവെൽസിൽ വേരി ചെയ്ത് പോകുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഈക്വൽ ഇൻ്റർവെൽസിൽ 1 2 3 അല്ലെങ്കിൽ 1 4 7 10 അങ്ങനെ ഈക്വൽ ഇൻ്റർവെൽസിൽ എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യുന്ന സമയത്ത് വൈയുടെ വാല്യൂ വളരെ വലിയ വേരിയേഷൻ ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 2 ആവുമ്പോൾ വൈയുടെ വാല്യൂ ചിലപ്പം 10 ആവും. എക്സിൻ്റെ വാല്യൂ 3 ആവുമ്പോൾ ചിലപ്പോൾ വൈയുടെ വാല്യൂ 40 ആവും. എക്സിൻ്റെ വാല്യൂ ഒരു 4 ആകുമ്പോൾ വൈയുടെ വാല്യൂ 100 ആവും. അതായത് എക്സ്പോണൻഷ്യലി വേരി ചെയ്യും, അതായത് വളരെ ലാർജായിട്ട് വേരി ചെയ്ത് പോകും. എക്സിൻ്റെ വാല്യൂ ഈക്വൽ ഇൻ്റർവെൽസിൽ വേരി ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ ഹൈ വാല്യൂസിൽ വേരി ചെയ്യും, എക്സ്പോണൻഷ്യലി വേരി ചെയ്യും എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം വലിയ വലിയ വാല്യൂസ് ആയിരിക്കും. അതായത് ഏകദേശം നമുക്കൊരു 10 20 30 ഒക്കെ ആകുമ്പോഴത്തേക്കും വൈ വാല്യൂ ഇൻഫിനിറ്റിയിലെത്തും. അതാണ് ഈ ഒരു വേരിയേഷൻ കാണിക്കുന്നത്, ഹൈ വേരിയേഷൻ, എക്സ്പോണൻഷ്യൽ വേരിയേഷൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. അപ്പം അതിന് നമ്മളെപ്പോഴും എക്സ്പോണൻഷ്യൽ ഇക്വേഷനെ നമ്മളെപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് e⁻⁵ എന്നായിരിക്കും. e⁻⁵ ഇതാണ് എക്സ്പോണൻഷ്യൽ വേരിയേഷൻ്റെ ഇക്വേഷൻ, e⁻⁵. ഓക്കെ. സോ ഇതാണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ മോഡൽ എന്ന് പറയുന്നത്, y = a × e⁻⁵. അപ്പം ഇങ്ങനത്തെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എക്സ്പോണൻഷ്യൽ ഇക്വേഷനാണ്. നമ്മൾ ഒന്നുകിൽ ഇതിനെ ലീനിയർ ഇക്വേഷൻ ആക്കണം അല്ലെങ്കിൽ പാരാബോളിക് ഇക്വേഷൻ ആക്കണം. നമുക്ക് ഇതിനെ എപ്പോഴും ലീനിയർ ആക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? ലീനിയറൈസേഷൻ എന്നൊരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലീനിയറൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ലോഗരിതം എടുക്കുക. അതായത് നാച്ചുറൽ ലോഗ്, വൈയുടെ നാച്ചുറൽ ലോഗ്, അതായത് ln y = നമുക്കറിയാം ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ നാച്ചുറൽ ലോഗ് എടുക്കുമ്പം അത് സമ്മേഷനായി മാറും. സോ a⁻⁵ എന്ന് പറയുന്നത് ln a എന്നാവും, നാച്ചുറൽ ലോഗ് ഓഫ് a. ഇനി മൾട്ടിപ്ലിക്കേഷൻ വരുന്നിടത്ത് പ്ലസ്, ഇനി റേസ് ടു ദി പവർ വരുമ്പോഴത്തേക്ക് നമുക്കത് മൾട്ടിപ്ലിക്കേഷനായി മാറും. സോ bx × ln e എന്ന് വരും. ഈ ഇക്വേഷൻ ക്ലിയർ ആണോ എല്ലാവർക്കും? So natural logarithmic of y, ln y is equal to natural log of a, ln a multiplication summation ആവും, raised to the power multiplication ആവും. So bx × ln e. ഇങ്ങനെയായിരിക്കും നമുക്ക് ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്കറിയാം നാച്ചുറൽ ലോഗ് ഓഫ് ഇ എന്ന് പറയുന്നത്, നിങ്ങൾ കാൽക്കുലേറ്റർ ജസ്റ്റ് അടിച്ച് നോക്കിയാൽ മതി, 1 ആയിരിക്കും. കാൽക്കുലേറ്ററിൽ ln e എന്ന് നിങ്ങൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 1 ആയിരിക്കും. സോ ln e 1 ആവും, അതങ്ങ് പോവും. സോ ഇക്വേഷൻ ln y = ln a + b × x. ഇനി ഒന്നുമില്ല, ഇതിപ്പോൾ നമ്മുടെ ലീനിയർ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ആയി കഴിഞ്ഞു. ln y എന്നുള്ളത് ഞാൻ ക്യാപിറ്റൽ Y എന്ന് എഴുതും, ln a എന്നുള്ളത് ഞാൻ ക്യാപിറ്റൽ A എന്ന് എഴുതും, bx അതുപോലെ തന്നെ എഴുതും. സോ ക്യാപിറ്റൽ Y = ക്യാപിറ്റൽ A + bx എന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ ഇക്വേഷനാണ്, സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനാണ്. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു എക്സ്പോണൻഷ്യൽ മോഡൽ, ഇതാണ് ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിയറിയാം, ഇതാണ് എക്സ്പോണൻഷ്യൽ മോഡൽ. അതിനെ ഞാൻ ലീനിയറൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തു. ഇപ്പം ഇതൊരു ലീനിയർ മോഡലായി. ഇനി ഈ ലീനിയർ മോഡലിൻ്റെ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നതാണ് ln a, സ്ലോപ്പ് എന്ന് പറയുന്നത് b, y ആക്സിസ് എന്ന് പറയുന്നത്, അതായത് ഇതാണ് y ആക്സിസ്, ln y. ഇവിടെ y ആക്സിസ് y ആയിരുന്നു, ഇത് x ആയിരുന്നു. ഇക്വേഷൻ y = a × e⁻⁵ ആയിരുന്നു. പുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ Y, അതായത് ln y = ln a + b × x. അപ്പം നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനിൽ b എന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് അതിൻ്റെ സ്ലോപ്പ് ആയിരിക്കും.
എക്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആയിരിക്കും. വൈ ആക്സിസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ക്യാപിറ്റൽ വൈ. ക്യാപിറ്റൽ വൈ മീൻസ് LNY ആണ്. LNY ആണ് വൈ ആക്സിസ്. എക്സ് ആക്സിസ് പഴയത് തന്നെയാണ്, എക്സ് തന്നെയാണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് ബി ആണ്. ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നതായിരിക്കും ക്യാപിറ്റൽ എ. ഇതാണ് ക്യാപിറ്റൽ എ, LNA. അപ്പം നമ്മൾ ഒരു എക്സ്പോണൻഷ്യൽ ഇക്വേഷന് ലീനിയറൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്തു. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യണം നമുക്ക് അറിയാം. അതിന് വേറെ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ്? സിഗ്മ ഉണ്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്തു. N ഇൻറ്റു ക്യാപിറ്റൽ എ ഇൻറ്റു ബി ഇൻറ്റു സിഗ്മ എക്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സിഗ്മ സ്മോൾ എക്സ് ആണ്, ചെറിയ എക്സ് ആണ്. സോ രണ്ടാമത്തെ ഇക്വേഷൻ വരുമ്പോഴത്തേക്കും ചെറിയ എക്സ് കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ, സ്മോൾ എക്സ് കൊണ്ടാണ് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ സിഗ്മ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ സ്മോൾ എക്സ് പ്ലസ് ബി ഇൻറ്റു സിഗ്മ സ്മോൾ എക്സ് സ്ക്വയർ. ഓക്കെ ആണോ? ഓക്കെ സർ. ക്ലിയർ ആണ്? എല്ലാവരും കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഇനി എല്ലാവരും നോട്ട്ബുക്കും പേനയും കാൽക്കുലേറ്റർ എടുത്തോളൂ. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്ക്. എഴുതിയെടുത്തു എല്ലാവരും? ഇല്ല സർ, എഴുതും. എഴുതിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ എക്സിൻ്റെ വേരിയേഷൻ നോക്കേ, 0.4, 0.8, 1.2, 1.6, 2, 2.3. അത് ഒരു ലീനിയർ വേരിയേഷനാണ് എക്സിൻ്റെ വേരിയേഷൻ. അതേസമയത്ത് വൈ വാല്യൂ വേരി ചെയ്യുന്നുണ്ടോ? 800, 975, 1500, 1950, 2900, 3600. ഭയങ്കര വേരിയേഷനാണ് വരുന്നത് എക്സിൻ്റെ, വൈയുടെ വേരിയേഷൻ വലിയ വേരിയേഷനാണ് വൈയിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എക്സ്പോണൻഷ്യൽ മോഡൽ എന്ന് പറയുന്നത്. എല്ലാവരും മൈക്ക് ഒന്ന് ഓൺ ചെയ്യാവോ? ഞാനൊരു ചെറിയ ഡൗട്ട് ചോദിക്കാം. നമ്മൾ പ്രാക്ടിക്കലായിട്ട് എക്സ്പോണൻഷ്യൽ മോഡൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് എവിടെയാണ് കണ്ടിട്ടുള്ളത്? ആർക്കെങ്കിലും പറയാവോ? ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ, ഒരു എക്സ്പോണൻഷ്യൽ മോഡലിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയാവോ? ഗേൾസ് ഒക്കെ ഒന്ന് വന്നേ, ലൈവിൽ വന്നേ. ഗേൾസ് ഒക്കെ കേൾക്കുന്നുണ്ടോ? എല്ലാവരും ഉറങ്ങിയോ? ആഡ്ലി, ഹരിപ്രിയ, ഐഫ, ദേവിക, മൈക്കൊക്കെ ഓൺ ചെയ്ത്. ശ്രുതി പ്രസാദ് പറഞ്ഞു പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞു. അതൊരു എക്സാമ്പിൾ ആണ്. പക്ഷേ പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ പ്രാക്ടിക്കലി എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. പറഞ്ഞു, ആരെങ്കിലും പറ. തെറ്റിയെല്ലാം കുഴപ്പമൊന്നുമില്ലെന്നേ. എക്കണോമി, എന്താണ് എക്കണോമി? ഞാൻ ചോദിച്ചത് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രാക്ടിക്കലി നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിങ്ങൾ കുറെ ലാബുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും മീനു എന്ത് പറഞ്ഞ സ്റ്റീലിന്റെ എലോങ്ങേഷൻ, അത് നമ്മൾ ആദ്യമേ അത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ പറയുന്നത്? പ്രൊപ്പോർഷണാലിറ്റി അല്ലേ അത്? സ്ട്രെയിറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ പരാബോള ആവും, പിന്നെ നമുക്ക് അതങ്ങ് ഫെയിൽ ആയി പോവുക ചെയ്യുന്നത്. ഞാൻ ചോദിച്ചത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എവിടെയാ? നമുക്ക് എക്സ്പോണൻഷ്യൽ കർവ് നമ്മുടെ സാധാ ലോഗ് ഷീറ്റിൽ നമ്മുടെ സാധാ
ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുമോ? എക്സ്പോണൻഷ്യൽ കർവ് സാധാ ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഏത് ഗ്രാഫിലാണ് പ്ലോട്ട് ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ കർവ്? പറഞ്ഞോ, സാജിദ് മാത്രം റെസ്പോണ്ട് ചെയ്തു. എന്ത് ലോഗ്രാഫ്? ആ ദേവ സെമി ലോഗ് അല്ലേ? സെമി ലോഗിൽ നമ്മൾ വരച്ച എക്സ്പെരിമെന്റ് ഏതാ? നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിൽ ഏതാ? പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സീവ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്താണ്, സെമി ലോഗ് ഷീറ്റിനകത്ത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കിൾ സൈസിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേരിയേഷനാണ്. കാര്യം ഇറ്റ് വേരീസ് ഫ്രം നമ്മുടെ ഒരു ക്ലേ പാർട്ടിക്കിളിന്റെ സൈസ് എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റിന്റെ ഏറ്റവും ചെറിയ സൈസ് എത്രയാണ്? ഫൈൻ അഗ്രിഗേറ്റിന്റെ ഏറ്റവും ചെറിയ സൈസ് എത്രയാണ്? അതെ, അത്രയും 75 മൈക്രോൺ ആണ്, അതായത് 0.075 ആണ്. അതേസമയത്ത് ഫൈൻ അഗ്രിഗേറ്റിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 4.75 ആണ്. പിന്നെ കോഴ്സ് അഗ്രിഗേറ്റ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? കോഴ്സ് അഗ്രിഗേറ്റില് നമുക്ക് കോഴ്സ് അഗ്രിഗേറ്റ് പല വേരിയേഷൻ, അതായത് 4.75, 10, 12.5, പിന്നെ 16, 20 അങ്ങനെ വലിയ വേരിയേഷനിലാണ് വരുന്നത്. അപ്പം ഏറ്റവും ചെറിയ സൈസ് എന്ന് പറയുന്നത് മൈക്രോൺസിലാണ്. അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് ഇതൊരു നോർമൽ ഗ്രാഫ് പേപ്പറിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കേസിലാണ് നമ്മൾ സെമി ലോഗ് ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളെപ്പോഴും ഫൈൻ അഗ്രിഗേറ്റിൻ്റെ അല്ലെങ്കിൽ സീവ് അനാലിസിസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു എക്സ്പോണൻഷ്യൽ വേരിയേഷനാണ്. അപ്പം ആ കേസിൽ നമുക്ക് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം പഠിച്ച ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ആണോ? അപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഈ ഒരു ഡേറ്റ എഴുതിയെടുക്കുക. ഫിറ്റ് വിത്ത് y ഈസ് ഈക്വൽ ടു a ഇൻറ്റു e റേസ് ടു bx എന്ന് എഴുതുക. ഫിറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. എന്താണ്? ആദ്യം എക്സ് വാല്യൂസ് മൊത്തം എഴുതുക, പിന്നെ y വാല്യൂസ് മൊത്തം എഴുതുക. ഇനി നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ ഏതാണ്. നിങ്ങളിപ്പം ഇങ്ങനത്തെ ഇക്വേഷൻ കിട്ടിയാലും എക്സാമിന് നിങ്ങൾ ഈ ഇക്വേഷൻസ് എഴുതേണ്ടി വരും. ഓക്കെ, സോ y ഈസ് ഈക്വൽ ടു a ഇൻറ്റു e റേസ് ടു bx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln y ഈസ് ഈക്വൽ ടു ln a പ്ലസ് bx ഇൻറ്റു ln e, ln y ഈസ് ഈക്വൽ ടു ഇത്. ഇനി ഇവിടെ നമുക്ക് ക്യാപിറ്റൽ y ഈസ് ഈക്വൽ ടു a പ്ലസ് bx എന്ന് കിട്ടും. എന്താണ് ക്യാപിറ്റൽ y? ക്യാപിറ്റൽ y എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗ് ഓഫ് സ്മോൾ y ആണ്. സോ ആദ്യത്തെ ടേബിളിൽ ക്യാപിറ്റൽ y ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗ് ഓഫ് സ്മോൾ y ln y. ഇനി ഇക്വേഷനിൽ നമുക്ക് എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ വേണം, എക്സ് ഇൻറ്റു സ്മോൾ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ. അപ്പോൾ അടുത്ത ടേബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത കോളം എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ. ഇനി നമുക്ക് എക്സ് സ്ക്വയർ വേണം, എക്സ് സ്ക്വയർ. അപ്പം ഇത്രയും നിങ്ങൾ ടേബിളായിട്ട് എഴുതുക. കാൽക്കുലേറ്ററിൽ നിങ്ങൾ നാച്ചുറൽ ലോഗ് ഓഫ് ക്യാപിറ്റൽ വൈ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാല്യൂസ് കിട്ടും. അതിൻ്റെ സമ്മേഷൻ എടുക്കുക, ഇവിടെയും അതിൻ്റെ സമ്മേഷൻ എടുക്കുക, അടുത്ത അതിൻ്റെ സമ്മേഷൻ എടുക്കുക. ചെയ്യുന്നുണ്ടോ എല്ലാവരും? ചെയ്യുന്നുണ്ടോ? ആ, ബാക്കിയുള്ളവർ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ചെയ്തോളൂ, ഒരു 5 മിനിറ്റ് ടൈം തരാം, ചെയ്തോളൂ.
ചെയ്തോ? ചെയ്ത് കഴിഞ്ഞു? ചെയ്യാം സാർ.
സാർ ഈ എല്ലാം ഇൻവേഴ്സ് എടുക്കണ്ടേ? ഇപ്പം നമുക്ക് ഈ ഇക്വേഷൻ ഇത്രയും ചെയ്തോ? സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് എന്ന് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിന് എയും ബി. കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയും സ്മോൾ ബിയും ആണ്. ബാക്കിയുള്ളവർ കേൾക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കണേ. നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. 44.617 ഈസ് ഈക്വൽ ടു 6a പ്ലസ് ബി ഇൻറ്റു 8.3. 63.8557 ഈസ് ഈക്വൽ ടു 8.3a പ്ലസ് 14.09b. രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഈ ഇക്വേഷൻസിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ എയും സ്മോൾ ബിയും ആണ്. സ്മോൾ ബി കുഴപ്പമില്ല, സ്മോൾ ബി നമുക്ക് ഡയറക്റ്റ് ആവശ്യമുള്ളതാണ്. കാരണം നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്, നമുക്ക് ബി കിട്ടണം. ഓക്കെ, അപ്പോൾ സ്മോൾ ബി ഓക്കെയാണ്. പക്ഷെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു എൽ എൻ എ. സോ സ്മോൾ എ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എ. എപ്പോഴും നാച്ചുറൽ ലോഗ് ഓഫ് എ ആണെങ്കിൽ തിരിച്ച് ഇൻവേഴ്സ് വരുമ്പോൾ എ ഈസ് ഈക്വൽ ടു സ്മോൾ എ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എ എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എ വാല്യൂവിനെ എക്സ്പൊണൻഷ്യൽ ആക്കിയാൽ മതി. ഇ റേസ് ടു എ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ ആണോ സാജിദേ? ഓക്കെ സാർ. ഇന്ന് നിങ്ങൾക്ക് മറ്റേ സെമിനാറിൻ്റെ വാല്യൂഷൻ ഇല്ലല്ലോ? ഇല്ല സാർ, ഇന്നില്ല. ഇന്ന് ഏതാ എക്സാം? ട്രാൻസ്പോർട്ടേഷൻ. എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? ചെയ്ത് കഴിഞ്ഞോ എല്ലാവരും? കഴിഞ്ഞു സാർ. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? സാർ ആൻസർ എന്ത് വരും? ആൻസർ ഇങ്ങനെ വരും. അതായത് എയും ബിയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ ആൻസർ സ്മോൾ വൈ ഈസ് ഈക്വൽ ടു 546.567 ഇ റേസ് ടു 0.8187 എക്സ്. അതായത് ഇതെന്ന് പറയുന്നത് സ്മോൾ എ വാല്യൂ. സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ടോ? കാണാം സാർ. അപ്പൊ എന്റെ നെറ്റ് പ്രോബ്ലം ആയി. ഓക്കെ, ശരി. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ബി എക്സ് അല്ലേ? നമുക്ക് എ വാല്യൂവും കിട്ടി ബി വാല്യൂവും കിട്ടി. അപ്പം ഇങ്ങനെ വരും എ ഇൻറ്റു ഇ റേസ് ടു ബി എക്സ്. എ വാല്യൂ 546.567, ഇ റേസ് ടു ബി വാല്യൂ എന്ന് പറയുന്നത് 0.8187 എക്സ്. ഓക്കെ ആണോ എല്ലാവരും?
ഓക്കെ സർ. ഇതാണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ മോഡൽ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പവർ ഇക്വേഷൻ. എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. y ഈസിക്കൽ ടു a ഇൻറ്റു ഇ റേസ് ടു ബി എക്സ് ആണ് എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ. ഇനി പവർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈസിക്കൽ ടു a ഇൻറ്റു എക്സ് റേസ് ടു ബി. ഇ റേസ് ടു അല്ല, എക്സ് റേസ് ടു ബി ആണ്. ഓക്കെ, ഇതാണ് പവർ ഇക്വേഷൻ. ഇവിടെയും നമ്മളൊന്നുമില്ല, log y is equal to log a plus b into log x. log y ക്ക് പകരം ഞാൻ ക്യാപിറ്റൽ y കൊടുത്തു, log a ക്ക് പകരം ക്യാപിറ്റൽ a കൊടുത്തു, log x ന് പകരം ക്യാപിറ്റൽ x കൊടുത്തു. അപ്പം ഇതൊരു ലീനിയർ ഇക്വേഷനായി. ലീനിയർ ഇക്വേഷനായ പിന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? സിഗ്മ y is equal to n into capital A plus b into സിഗ്മ ക്യാപിറ്റൽ x. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാപിറ്റൽ x ആണ്, നേരത്തെ ഇക്വേഷനിൽ സ്മോൾ x ആയിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ സിഗ്മ ക്യാപിറ്റൽ എക്സ് ഇൻറ്റു വൈ. ഇവിടെ എന്താണോ, ഇവിടെ ക്യാപിറ്റൽ എക്സ് ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മൊത്തം ക്യാപിറ്റൽ എക്സ് ഉണ്ടായിരിക്കും. സോ സിഗ്മ ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ ഇസ് എ ഇൻറ്റു സിഗ്മ ക്യാപിറ്റൽ എക്സ് പ്ലസ് ബി ഇൻറ്റു സിഗ്മ ക്യാപിറ്റൽ എക്സ് സ്ക്വയർ. അപ്പം ഈ ഒരു ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. നമുക്ക് ഇത് നിങ്ങൾ ചെയ്താൽ ഇപ്പം ടൈം അത്രയും പോവും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതാണ് എക്സും വൈയും വാല്യൂസ്. സ്മോൾ എക്സും സ്മോൾ വൈ വാല്യൂസ് ഇതായിരിക്കും ക്വസ്റ്റ്യനിൽ തരുന്നത്. സ്മോൾ എക്സും സ്മോൾ വൈ വാല്യൂസും ക്വസ്റ്റ്യനിൽ തരും. നിങ്ങളിത് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സ്. ലോഗ് എക്സ് എന്ന് പറയുന്നത് ഞാൻ നാച്ചുറൽ ലോഗാണ് എടുക്കുന്നത്, എൽ എൻ എക്സ്. ക്യാപിറ്റൽ വൈ ഈസിക്കൽ ടു എൽ എൻ വൈ, എൽ എൻ എക്സ് ഇൻറ്റു എൽ എൻ വൈ, അതാണ് എക്സ് വൈ. ക്യാപിറ്റൽ എക്സ് സ്ക്വയർ, അതായത് എൽ എൻ എക്സ് സ്ക്വയർ. ആ വാല്യൂസ് എല്ലാം നിങ്ങൾ എഴുതുക, അതിൻ്റെ സമ്മേഷൻ എടുക്കുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് -0.33 എന്ന് വരും. അത് ലോഗ് എ ആണ്. അപ്പോൾ ഇ റേസ് ടു എ കൊടുക്കും. ഇ റേസ് ടു ക്യാപിറ്റൽ എ ചെയ്യുമ്പോൾ നമുക്ക് സ്മോൾ എ കിട്ടും. അതുപോലെ കിട്ടുന്ന വാല്യൂ സ്മോൾ ബി ആണ്. സ്മോൾ ബി വാല്യൂ ആണ് 1.75 ആണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു 0.5, സ്മോൾ എ 0.5, എക്സ് റേസ് ടു സ്മോൾ ബി 1.75. ഇതായിരിക്കും നമ്മുടെ പവർ ഇക്വേഷൻ. പവർ മെത്തേഡ് അല്ല, പവർ ഇക്വേഷൻ ആണ്. പവർ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാനുള്ളതാണ് പവർ മെത്തേഡ്. ഇത് നമ്മൾ പവർ ഇക്വേഷൻ എന്ന് പറയും. മനസ്സിലായോ എല്ലാവർക്കും? ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സമയമില്ലാത്തതുകൊണ്ടാണ്. സംശയം ഉണ്ടോ ആർക്കാലും? കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. ആ, ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായോ? എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ, എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ പവർ ഇക്വേഷൻ ഉള്ള വ്യത്യാസം മനസ്സിലായോ? എക്സ്പോണൻഷ്യൽ ഇക്വേഷനകത്ത് ഇ റേസ് ടു ആണ് വരുന്നത്, പവർ ഇക്വേഷനകത്ത് എ ഇൻറ്റു എക്സ് റേസ് ടു ബി ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും. ഇനിയൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇങ്ങനെ പല രീതിയിൽ ഇക്വേഷൻസ് വരും. എങ്ങനെ ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ലോഗരിതം യൂസ് ചെയ്തിട്ട് അതിന് ഒരു ലീനിയർ പ്രോബ്ലമായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പം y ഈസ് ഈക്വൽ ടു എ ബി ഇൻറ്റു എക്സ് റേസ് ടു സി ഇങ്ങനെയൊക്കെ തരും. ഞാൻ പറയുന്നത് ക്ലിയറാണ്. y ഈസ് ഈക്വൽ ടു എ ബി ഇൻറ്റു എക്സ് റേസ് ടു സി ഇങ്ങനെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ ലോഗരിതം യൂസ് ചെയ്തിട്ട് നിങ്ങളിതിനെ കൺവേർട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ടേംസ് ആക്കി മാറ്റണം. അതിനുശേഷം ഇതുപോലെ ഇക്വേഷൻ എഴുതിയെടുക്കണം. ഓക്കെ, അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ വരും, പാരാബോള ഫോമിൽ വരും. ഇത്രയും ഇതുവരെ ക്ലിയർ ആണല്ലോ? ഇനി സ്ട്രേറ്റ് ലൈൻ പ്രോബ്ലത്തിൻ്റെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ്, കോറിലേഷൻ കോഎഫിഷ്യന്റ്, ഇത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചതാണ്. ഈക്വേഷൻസ് നോക്കിയാൽ മതി നിങ്ങൾ. സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് y മൈനസ് y ബാർ ദി ഹോൾ സ്ക്വയർ. ഇനി
എറർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് y മൈനസ് എ മൈനസ് ബി എക്സ് ദി ഹോൾ സ്ക്വയർ ഈ രണ്ട് വാല്യൂസ് നമ്മൾ ചെയ്യും. ഇവിടെ നമ്മൾ ഞാനിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് തരും. നിങ്ങൾ എക്സും വൈയും വാല്യൂസ് എഴുതി സിഗ്മ എക്സ് വൈ കണ്ടുപിടിച്ചു, സിഗ്മ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചു. ഞാനിവിടെ ആ വാല്യൂസ് എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ സിഗ്മ എക്സ് വൈ എന്നൊരു ടേബിൾ വരും, ഒരു കോളം വരും, സിഗ്മ എക്സ് സ്ക്വയർ എന്നൊരു കോളം വരും. അതിൽ നിങ്ങൾക്ക് ഈ വാല്യൂസ് കിട്ടും. ഞാൻ ആ വാല്യൂസ് എഴുതിയിട്ടില്ല. ഈ ഒരു വാല്യൂസ് നിങ്ങൾക്ക് സമ്മേഷൻ ചെയ്യുമ്പോൾ കിട്ടും. കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എയും ബിയും വാല്യൂസ് കിട്ടും. സോ y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന ടേം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം എ വാല്യൂ എന്ന് പറയുന്നത് 0.07143, ബി എന്ന് പറയുന്നത് 0.8393. ഇനി ക്വസ്റ്റ്യനിൽ നിങ്ങളത് ചോദിക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനും സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യനിൽ ചോദിക്കും. പിന്നെ കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറയും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: സിഗ്മ വൈ മൈനസ് വൈ ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n മൈനസ് 1. ഓക്കെ, എന്താണ് വൈയും വൈ ബാറും? വൈ ബാർ എന്ന് പറയുന്നത് ആവറേജ് വൈ ആണ്. നിങ്ങൾ വൈ വാല്യൂസ് മൊത്തം സം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 24 കിട്ടും. ഇനി എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 1 2 3 4 5 6 7 ടേംസ് ഉണ്ട്. സോ വൈ ബാർ എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് വൈ, ആവറേജ് ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ വൈയുടെ ആവറേജ് 24/7. അപ്പോൾ 3.428571 ആണ് വൈ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ വൈ മൈനസ് വൈ ബാർ ദി ഹോൾ സ്ക്വയർ, ഓരോ ടേംസിൻ്റെയും വൈ മൈനസ് വൈ ബാർ ദി ഹോൾ സ്ക്വയർ നമ്മളിവിടെ കണ്ടുപിടിക്കും. സിമിലർലി വൈ മൈനസ് എ മൈനസ് ബി എക്സ്, എയും ബിയും വാല്യൂസ് നമുക്കിവിടെ കിട്ടിയല്ലോ. സോ വൈ മൈനസ് വൈ എന്ന് പറയുന്നത് 0.5 മൈനസ് എ വാല്യൂ നമുക്കറിയാം, ബി വാല്യൂ അറിയാം, എക്സ് വാല്യൂ 1 ആണ്. അപ്പോൾ ഒന്നാമത്തെ ടേമിൽ എന്ത് വരും? 0.5 മൈനസ് എ മൈനസ് ബി ഇൻറ്റു 1 ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ വരും. അങ്ങനെ ഓരോ ടേംസിൻ്റെയും വൈ മൈനസ് എ മൈനസ് ബി എക്സ് ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി വൈ മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയറിൻ്റെ സമ്മേഷൻ അതാണിതാ ഇത് 22.7143 22.7143 ഡിവൈഡഡ് ബൈ n മൈനസ് 1. n എന്ന് പറയുന്നത് 7 ആണ്, 7 മൈനസ് 1 6. സോ 22.43 ഡിവൈഡ് ബൈ 6, അതിൻ്റെ റൂട്ട് അതാണ് 1.9457. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, SY എന്ന് പറയും. സിമിലർലി സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് SY/X എന്ന് പറയും. അതെന്ന് പറയുന്നത് SR/n-2. SR എന്ന് പറയുന്നത് ഇതാണ് SR, ഇതിൻ്റെ സമ്മേഷനാണ് 2.9911 2.9911 ഡിവൈഡ് ബൈ 7 മൈനസ് 2 5. സോ 2.9911 ഡിവൈഡ് ബൈ 5, അതിൻ്റെ റൂട്ട് 0.7735. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ST മൈനസ് SR ഡിവൈഡ് ബൈ ST ആണ്. ഇതാണ് ST, ഇതാണ് SR. 22.7143 മൈനസ് 2.9911 ഡിവൈഡ് ബൈ 22.7143 ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. R സ്ക്വയർ, അതിൻ്റെ റൂട്ടാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് R. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയി. പിന്നെ പാരാബോള ഫിറ്റിൻ്റെ പ്രോബ്ലം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൻ്റെയും ഇത് കണക്ക് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് എററും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എറർ ഓഫ് എസ്റ്റിമേറ്റും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. നോട്ട്സ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഇതുവരെ നിങ്ങൾ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ വേണ്ട, അതിന് തൊട്ട് മുമ്പത്തെ ടോപ്പിക്ക് വരെ നമുക്ക് എക്സാമിനുണ്ട്. ഇത്രയും വരെ ഞാനിപ്പം ഇന്ന് പഠിപ്പിച്ച ഇത്രയും ടോപ്പിക്ക് വരെ. ഓക്കെ ആണോ?
Okay, sir. ബാക്കിയുള്ളവരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ സർ. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ ഇത് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, ആർക്കെങ്കിലും സംശയമുണ്ടോ? ഹരിപ്രിയ, ക്ലിയർ ആണ് സാർ. ഓക്കെ ആണോ? അജുന, ഐഫ, ഓക്കെ സർ. അപ്പോൾ ആ നോട്ട്സ് നോക്കി റെഫർ ചെയ്ത് പഠിക്കുക. ഇത്രയും ടോപ്പിക്ക് ഞാൻ എക്സാമിന് ഇടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. Thank you, sir. Thank you, sir.